ഹായ് ഗായ്സ്. സൗണ്ട് ഇല്ല കേട്ടോ. ഊട്ടിയുടെ ഡേ 2 ആണ്. അപ്പം നമ്മൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഞാനൊരു മൂന്നാമത്തെ വട്ടം കൊണ്ടാണ് ഊട്ടിയിലോട്ട് വരുന്നത്. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു തണുപ്പ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഭയങ്കര തണുപ്പ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങളൊരു പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയാണ്. നമ്മളെ ഹോംലി ഫുഡ്, അതായത് നാട്ടിലെ ഫുഡ് പോലത്തെ ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ചായയൊക്കെ ഇതിപ്പോൾ മൂന്നാമത്തെ കോഫി എന്തോ ആണ് കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫസ്റ്റ് പോയ സ്ഥലം ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. നല്ല സ്ഥലമാണ് കേട്ടോ. ഈ ഒരു വെയിലുണ്ടെങ്കിലും ഭയങ്കര ഒരു തണുപ്പും ആ ഒരു കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പാട് കയറാനൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് ദൂരമൊക്കെ കയറ്റിച്ചിട്ട് പിന്നെ അവിടെ ഇരുത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പോയത് നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റും ആൾമോസ്റ്റ് കൊള്ളാം. പക്ഷേ വാഗമൺ പോലെയല്ല. വാഗമണ്ണിലും കൊടൈക്കനാലൊക്കെ അടിപൊളിയല്ലേ. ഇവിടെ കുറേ മരമൊക്കെ മുറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു സിംഗിൾ വൈബ് ട്രിപ്പ് തന്നെയായിരുന്നു. കാരണം ഇവർ ഇത്രയും പേരുണ്ടെങ്കിലും അവരെല്ലാവരും സെറ്റാണ്. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ സിംഗിൾ വൈബും ആണ്, എന്നാൽ വൈബും ഉണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ഗെയിംസൊക്കെ കളിപ്പിച്ച് പിന്നെ നേരെ നമ്മൾ തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ കയറി. അപ്പോൾ ചോറും ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ ചോറാണ് എടുത്തത്. മീനും ചിക്കനും അങ്ങനെ ഞാൻ ചോറും പുളിശ്ശേരിയൊക്കെ ആയിട്ടൊക്കെ എടുത്തത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചോറൊക്കെ നമ്മുടെ ഒരു ചെറിയ അരിയൊന്നുമല്ല, തമിഴ്നാട്ടിലെ നല്ല വലിയ അരിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ബോട്ട് ഹൗസിൽ, അവിടുത്തെ തന്നെ ലേക്കിൻ്റെ ബോട്ട് ഹൗസിലേക്കാണ് വന്നത്. പിന്നെ ഒരു 8 പേര് ചേർന്ന് ബോട്ടൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിലൊരു 20 മിനിറ്റ് എന്തോ അവർ നമ്മളെ കൊണ്ടുപോയി. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയും കാഴ്ചയും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ കുറേ പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. ഊട്ടിയിൽ ആപ്പിൾ മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആപ്പിളൊക്കെ. പിന്നെ പ്ലം മേടിച്ചു. പിന്നെ ചായ കുടിക്കാൻ വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ കയറി. ഇപ്പോൾ പൊറോട്ടയായിരുന്നു ഞാൻ എടുത്തത്. പിന്നെ അവിടെ തന്നെ കുറച്ച് നേരമൊക്കെ പർച്ചേസൊക്കെ ചെയ്ത് എന്നിട്ടാണ് റൂമിലേക്ക് വന്നത്. റൂമും അടിപൊളി റൂമായിരുന്നു കേട്ടോ. ആ ബെഡ്ഷീറ്റ് നല്ലതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ തണുക്കത്തേയില്ല. നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ ആയിരുന്നു. ക്യാമ്പ് ഫയർ അടിപൊളിയായിരുന്നു. ചേച്ചിമാർക്കൊക്കെ കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പക്ഷേ 1.5 മണിക്കൂർ ആ തീയിലിട്ട് അവരെ പൊരിച്ച് തിരിച്ചും മറിച്ചും പൊരിച്ചൊക്കെ എടുത്തു. അങ്ങനെയായിരുന്നു അന്നത്തെ